തലകുനിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായിട്ട് തൻ്റെ പുത്രനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയ കാരുണ്യമുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ സമയം കൂടെ ദൈവമേ എൻ്റെ മുമ്പാകെ വന്ന് ദൈവമേ എൻ്റെ വചനങ്ങളെ കേൾക്കുവാൻ നീ എൻ്റെ ദാസന്മാരെ സഹായിച്ചുവല്ലോ. അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവമേ എൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടക്കുവാനും ദൈവമേ ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദിവസം ആഗമദിനത്തിൽ 4ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളടുത്ത് പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പോകുന്നത് നമ്മുടെ യേശു കർത്താവിൻ്റെ ഒരു വരവിനെ എതിർനോക്കിയാണ്. ക്രിസ്മസിൻ്റെ ഒരു മുന്നത്തെ ഒരു ഞായറാഴ്ചയായിട്ട് നമ്മൾ ഈ ഞായറാഴ്ച കാണുന്നു. ഇന്ന് നമുക്ക് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ മാറനാഥ കർത്താവിനായി കാത്തിരിക്കുന്ന ജീവിതം എന്ന്. ഒരു ദൂരപ്രദേശത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻക്ക് ആരുമില്ല. പക്ഷേ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ആ മനുഷ്യൻ എല്ലാവുമായിരുന്നു. മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലും ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല എന്ന് മനുഷ്യർ വിചാരിക്കുന്ന സമയത്തിലൊക്കെയും ഈ മനുഷ്യന് അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവുമായിരുന്നു. ഏതൊരു പ്രതിഫലവും നോക്കാതെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. പക്ഷേ ആ പ്രദേശത്തിൻ്റെ ഒരു ജിയോഗ്രഫി നോക്കുമ്പോൾ ആ പ്രദേശം കുറച്ച് ഒരു മലയിൻ്റെ അടിവാരത്തിലായിരുന്നു ആ ഒരു പ്രദേശം. പെട്ടെന്ന് ഒരു ദിവസം അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഒരു ദിവസമായി, ഒരാഴ്ചയായി. അപ്പം മഴവെള്ളം കുറച്ചായിട്ട് കയറുന്നത് കണ്ട ആ മക്കൾ പേടിച്ചു. അവസാനം അവിടെ എല്ലാ ജനങ്ങളും കയറിച്ചെന്നത് ആ കുന്നിൻ്റെ മുകളിലുള്ള ഒരു ആറും നോക്കി ഇരുന്നിരാത്ത ഒരു കട്ടിടത്തിൻ്റെ അടുത്തായിരുന്നു അവരുടെ ഒരു യാത്ര. അവസാനം അവർ അവിടെ എത്തിച്ചേർന്നു. അടുത്ത ദിവസത്തിന് ഫുഡില്ല. പക്ഷേ ആ ജനങ്ങൾക്കുള്ളിൽ ഒരു തോട്ട് വന്നു. തോട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തിലുള്ള ആരോ ഒരു വ്യക്തിത്വം തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ദൈവത്തിനെ നോക്കി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പ്രദേശത്തിൽ തെറ്റ് ചെയ്ത ആളിനെ ഞങ്ങൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങൾ പുറത്തുപോയി അവിടെ ഉള്ള മരത്തിനെ തൊടാൻ പറയും. അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരെ മാത്രം ഇടിവെട്ടി കൊല്ലണമേ എന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നാം. പക്ഷേ നമുക്ക് ഇതിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് വിചാരിക്കുന്ന മക്കൾക്ക് എന്ത് വേണമെങ്കിലും തോന്നാമായി. ആ സമയത്ത് അവിടെ നിന്ന് ഓരോരോ ആളായിട്ട് പോയിട്ട് ആ മരത്തിനെ തൊട്ട് തിരിച്ചു വന്നു. അവസാനം അവിടെ പോകാതിരുന്നത് ആ മക്കളെയൊക്കെ നോക്കി നടന്നുകൊണ്ടിരുന്ന, സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യനായിരുന്നു. അവസാനം ആ മക്കൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ മാത്രമാണ് തൊടാത്തത്, അപ്പോൾ നീയാണ് ദൈവത്തിനെ കോപപ്പെടുത്തുവാനായിട്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അവസാനം അവന് പുറത്തുപോയി ഇടിവെട്ടി. പക്ഷേ ഇടിവെട്ടിയത് ആ മരത്തിൻ്റെ ചോട്ടിലല്ല. ആ ഇടിവെട്ടിയത് ആരും ഉപയോഗിക്കാതിരുന്ന ആ അബൻഡൻ്റ് ആയിട്ടിരുന്ന ആ ബിൽഡിങ്. നമ്മുടെ ജീവിതവും ചില സമയത്ത് അങ്ങനെ. ചില സമയം നമ്മൾ ഇവൻ നല്ല മനുഷ്യനല്ല എന്ന്, ഇല്ലെങ്കിൽ ഇവൻ്റെ ജീവിതം ഒരു മാതൃകാ ജീവിതമല്ല, ഒരു സാക്ഷിയുള്ള ജീവിതം അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ശരിക്കും അവരുടെ ജീവിതമാണ് അവരുടെ കൂടെ ഇരിക്കുന്ന മറ്റെല്ലാവരുടെ ജീവിതത്തെയും ഒരു സാക്ഷിയുള്ള ജീവിതമായിട്ട് മാറ്റി തീർക്കുന്നത്. ഇന്നത്തെ ചിന്താഗതിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനം മുതൽ 14-ാം വചനം. അവിടെ വരുന്ന വാക്കുകളിൽ 6-ാമത്തെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ദൈവം അയച്ചതായിട്ടുള്ള
ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും. ആ മനുഷ്യൻ വന്നത്, ആ മനുഷ്യൻ്റെ ലൈഫിൻ്റെ ഫുൾ പേർപ്പസും ദൈവത്തിനെയുള്ള സാക്ഷി പകരുമാണ്. വെറുതെ ഉള്ള ഒരു സാക്ഷിയല്ല, മറ്റുള്ളവരെ വിശ്വസിപ്പാൻ തക്കവണ്ണം അവരെ മാറ്റുവാനുള്ള ഒരു സാക്ഷിയായിരുന്നു ആ സാക്ഷി. അതാണ് യോഹന്നാൻ സ്നാനൻ്റെ ഒരു ജീവിതത്തിനെ കുറിച്ച് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ കഴിയും. ഈ മാറനാഥ എന്ന് പറയുന്ന വാക്കിനും ഇതിനും എന്താണ് ഒരു എന്താണ് ഒരു കണക്ഷൻ എന്ന് നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാൻ തോന്നും. ശരിക്കും നമ്മൾ ഇതൊന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് മാറനാഥ എന്ന വാക്ക് ആദിമ സഭകളിലെ ഒരു പ്രത്യാശയുടെ ഒരു വാക്കായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിന് അർത്ഥമായിട്ട് വരുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് ആദിമസഭയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ആ വാക്ക് അവരുടെ ഒരു പ്രത്യാശയുടെ, അവർ എത്ര കഷ്ടതയിൽ കൂടി പോകുന്ന സമയത്തും എൻ്റെ ദൈവം തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കൂടിയാണ് അവർ നടന്നുപോയി. അങ്ങനത്തെ ഒരു വാക്ക് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സാക്ഷി പകർന്ന ഒരു വാക്കായി തീരുന്നു. നമ്മൾ പല സമയത്ത് മാറനാഥ മാറനാഥ എന്ന് വിളിക്കുന്നുണ്ട്. മീൻസ് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ ഇവിടെ വരണേ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിച്ചിട്ട് സഹായം കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ ഇടത്തിരുന്ന് വഴിമാറി വേറെ എവിടെയൊക്കെയോ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ആ മരത്തിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ നീ നല്ലവനല്ല എന്ന് പറഞ്ഞ് അയക്കുന്നത് നമ്മുടെ ദൈവത്തെയാണ് എന്നുള്ള കാര്യത്തെ നമ്മൾ ഓർക്കണം. നമ്മളുടെ അടുത്തിരുന്ന് ഏതൊരു പ്രതിഫലവും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളെ ദൈവം ഓരോരോ സമയത്തും നമ്മളെ കാത്ത് കരുതി വഴി നടത്തുന്ന സമയത്ത് നമ്മുടെ ജീവിതം വെറും വാക്കിന് മാത്രമാണ് കർത്താവിനായി കാത്തിരിക്കുന്ന ജീവിതമായിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ കറണ്ട് കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമേസോണിൽ ഓർഡർ ചെയ്തിട്ട് വരുന്ന പാക്കേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട്. നമ്മൾ ഫുഡും അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും വരും എന്ന് പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് വിഷമാകുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ അമേസോണിൽ ഓർഡർ ചെയ്യുന്ന ഒരു പൊരുളോ ഇല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വരുന്ന സാധനങ്ങളോ അത് എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എൻ്റെ വിശപ്പ് എങ്ങനെ മാറും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസിക സമൂഹമായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നമ്മൾ എങ്ങനത്തെ ഒരു ഒരുക്കത്തോട് കാത്തിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിനുള്ള ഒരു ചിന്തയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതകാലം എന്ന് പറയുന്നത് വളരെ സ്വല്പകാലമാണ് ഈ ലോകത്തിൽ. പക്ഷെ എതിർവരുന്ന ഒരു പ്രത്യാശയുള്ള നമ്മുടെ ദൈവത്തിനോട് നമ്മൾ ജീവിക്കാൻ പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, ശരിക്കും കർത്താവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ജീവിതമാകണം നമ്മുടെ ജീവിതം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ എല്ലാ സമയത്തും എല്ലാ നേരത്തും ഞങ്ങൾ പാപികളാണ് എന്നുള്ള കാര്യം അറിഞ്ഞും ഞങ്ങളെ ഏതൊരു കണ്ടീഷനുമില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് ഈ ദിവസം കൂടെ ദൈവമേ നിന്റെ പുത്രൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഞങ്ങൾ ദൈവമേ നല്ലൊരു ഒരുക്കത്തോട് കാത്തിരിക്കുവാനും വെളിച്ചത്തിൽ നടക്കുന്ന മക്കളായിട്ട് ദൈവത്തെ ഞങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താതെ ദൈവത്തിനോടൊപ്പം ചേർന്ന് വാഴുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വീക്കായ പേഴ്സൺസാണ്. ഞങ്ങൾക്ക് ദൈവമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങളുടെ എല്ലാ സമയത്തും ഞങ്ങളോട് ഇരുന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ദൈവത്തിനോട് ചേർന്ന് വാഴുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ.